സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് എത്തുകയാണ്. നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അപ്പൊ ഞാൻ ആ കലാകാരി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം. പേരിച്ചിരി വെറൈറ്റി ആട്ടോ, പ്രീതിമ. ഹലോ പ്രീതിമ, വെൽക്കം. താങ്ക് യു. എവിടെയാണ് പ്രീതിമ സ്ഥലം? ഞാൻ കൊല്ലംകാരിയാണ്. ഇപ്പൊ എറണാകുളത്താ താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ കാര്യക്കാരിലേക്ക് നേരെ പോവാൻ. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മളിപ്പോ നേരിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിന്റെ പാചകവാതക പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചാനൽ ചർച്ചയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടങ്ങാം. നമസ്കാരം. കേരളമൊട്ടാകെ പാചകവാതക പ്രതിസന്ധിയിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗ്യാസിന്റെ പോക്ക് ഇതെങ്ങോട്ട്. നിരവധി താരങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് നാഗസൈരന്ധ്രയിലേക്ക് ചേരാം. നാഗചേച്ചിക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഞാൻ എന്തോ പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുണ്ട് ഗ്യാസിന്റെ പ്രശ്നം. അത് ചക്കക്കുരു അതൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത്. ക്ഷമിക്കണം, ആ ഗ്യാസിനെ കുറിച്ചല്ല നമ്മൾ ചോദിച്ചത്. നമുക്ക് ഇനി മല്ലിക മാമിലേക്ക് പോകാം. മല്ലിക ചേച്ചിക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? എന്റെ പൊന്നു ഞാനെന്തോ, എന്റെ മോൻ രാജു അടങ്ങി എന്നോട് പറഞ്ഞത്, അമ്മേ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ലഡാക്കിന്ന് വരുമ്പോഴത്തേക്കും ഒരു പൊടിയെടുപ്പ് കൊണ്ട് തരാന്ന് പറഞ്ഞിരിക്കുക എൻ്റെ പൊന്നുപോൻ. എൻ്റെ 2 കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? അടുത്തത് നമുക്ക് കൊടശനാട് കനക ചേച്ചിയിലേക്ക് പോകാം. ചേച്ചി എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? അയ്യോ, ഒന്നും പറയണ്ട. ആ കലാപവും പ്രചോദില്ലേ എന്നെ പറ്റിച്ചു. 1 സിലിണ്ടർ അധികം ഉണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീടും പൂട്ടി പോയി കളഞ്ഞ്. പിന്നെ നസീർ സംക്രാന്തിയായി എനിക്കൊരു കുറ്റി കൊണ്ടുവന്ന് ഒപ്പിച്ച് തന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ട്രസ് ലെനയിലേക്ക് കടക്കാം. ലെനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ ഗ്യാസ്? ശൂന്യതയില്ലേ? ശൂന്യതയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ശൂന്യത? ഊർജ്ജമുള്ള ബോധമില്ലേ? ബോധം, അതിനൊരു രൂപമില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. അയ്യോ, അവസാനിപ്പിക്കല്ലേ. അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് കണ്ടുപിടിച്ച ശിവാംഗി നമ്മുടെ ഐറ്റം വേറെ ഫ്ലോറിൽ. ഹലോ മീനാക്ഷി, എന്റെ അമ്മ പറഞ്ഞത് ഇവിടെ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയുടെ അടുത്ത് ഒരു വീട് വെക്കാന്ന്. അപ്പൊ അമ്മയ്ക്കോ എനിക്കോ എപ്പോഴും ഇവിടെ വരാലോ. പിന്നെ ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് വരുമ്പോ ബീജക്കുട്ടൻ ചേട്ടനെ കണ്ടാൽ നല്ലായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ താണ്ടേ ബീജക്കുട്ടൻ ചേട്ടനെ മുമ്പില്. അടുത്ത നമ്മുടെ നാഗചേച്ചി നേരത്തെ ന്യൂസ് ചർച്ചയിലാണല്ലോ കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം ചേച്ചി. സുഖാണല്ലേ? എന്നെ കുറെ നാളായിട്ട് ഈ ഐറ്റം വേറെന്ന് വിളിക്കുന്നു. എനിക്ക് വരാൻ പറ്റുന്നില്ല, തത്സമയമുണ്ട്. പിന്നെ സുൽത്താൻ നല്ല സുഖമായിട്ടിരിക്കുന്നു പൊന്നു. പിന്നെ ബിജുക്കുട്ടൻ എന്റെ ക്ഷേത്രത്തിൽ വരാറുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ഞങ്ങള് നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നോട് നൃത്തം ചെയ്തു പൊന്നു. മറ്റേ ആ പാട്ട് പാടുവോ? തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവ, അതറിയാം. കുണുവാവയുടെ പാട്ട് ഞാൻ വേണമെങ്കിൽ പാടാം. ഒന്ന് പാടിയ തൊപ്പി വെച്ചൊരു കുണുവാവ, അരുമക്കുടം ഒരു കുണുവാവ, എന്റെ പൊന്നുവാവ, താമര കണ്ണാ കുണുവാവ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അല്ല, ഇപ്പൊ ഇതല്ലാതെ ജോലി ഉണ്ടല്ലോ. ഇപ്പൊ ഷർട്ട് അടിച്ചു കൊടുക്കല്, സാരിയില് എംബ്രോയിഡറി വർക്ക്, അതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല.
തത്സമയവും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നസീർ സംക്രാന്തി എന്റെ ലൈവിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ആണോ? ഒരു പ്രാവശ്യം. ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ കമന്റ് ഇട്ടേ? അത് എനിക്കിവിടെ പറയാൻ പറ്റും. പിന്നെ അയ്യോ. തത്സമയം എന്ന് പറയുമ്പോ വലിയ വലിയ ചാനലിലാണ് ഉദ്ദേശിച്ചത്. അതെ, ഞാൻ ശൂന്യതയാകുന്നു. അത് എന്റെ പേര്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്റെ സുഹൃത്തുക്കളുണ്ട്. പ്രമീളെ പൊന്നേ, ഞാൻ കൊണ്ടുവന്നതാ. അടിപൊളിയാണ്. കാരണം നാഗചേച്ചി സംസാരിക്കുന്നതിന് പല മോഡുലേഷനാണ്. ഇപ്പൊ നമ്മളല്ലാത്ത ഇതിലൊക്കെ ഇങ്ങനെയാ ഞാൻ സംസാരിക്കുന്നത്. ചോദിക്കാം. ദേഷ്യപ്പെടുമ്പോ വേറൊരു അത് സംസാരം. ഞാനേ ചോദിക്കാൻ വരുന്നത്. പിന്നെ ഞാൻ ഓർത്തു, ഈ ഒരു വേദിയിൽ അത് ചോദിക്കണമോ എന്ന്. ചീത്ത വിളിക്കുന്നതാണോ? ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യപ്പെടും. വേറൊരു സംഭവം. അതെ, ശരി. ചീത്തയൊന്നും അല്ലല്ല ദേഷ്യപ്പെടുന്ന. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടും, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം. അടിപൊളി. അല്ലാതെ നമ്മളൊരാളെ കാണുന്ന പോലെ കമന്റിൽ നമ്മളിങ്ങനെ ലൈവ് വരുമ്പോ നമ്മളൊരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, അത് പുള്ളിനെ ചീത്ത പറയാതെ തന്നെ പുള്ളി നല്ലത് പറഞ്ഞെടുക്കും. ഇഷ്ടപ്പെടാത്ത കമന്റ് ആണെങ്കിൽ ഇറങ്ങിപ്പോ, നീ നിന്നെ എടുത്തങ്ങ് കളഞ്ഞ് ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്നൊക്കെ പറയും. അത് ഭയങ്കര രസമാണ്. ഇവനെ എടുത്ത് എന്റെ കമന്റ് ബോക്സിൽ നിന്ന് അങ്ങ് കളഞ്ഞു. എടാ കോണ്ട, നിന്നെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി. എനിക്കറിയത്തില്ല ഇതൊക്കെ ഇവിടെ ഉഗ്രനായിരുന്നു. അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ. അടുത്തത് നമുക്ക് ഫോൺ പേയില് നമ്മുടെ മമ്മൂക്ക പറയത്തില്ലേ നന്ദിയുണ്ട് എന്ന് പറയും. അത് വേറെ ചില താരങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. നമുക്ക് ആദ്യമായിട്ട് അനുശ്രീ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ 200 രൂപ ഇട്ടു അല്ലേ? എനിക്കറിയാം, ചേട്ടൻ മഹാഭിമാനിയാ. അപ്പൊ നന്ദിയുണ്ടേ. അടുത്തത് ചിന്താ ജെറോം. QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല എന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി അടുത്തല്ലാത്ത വോയിസ് ഞാൻ ചെയ്യാം. നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയിലെ മുകേഷ് ഏട്ടൻ്റെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡയലോഗ്സ് ഒന്ന് പറയാം. നീ നോക്കണ്ടടാ, എന്റെ അച്ഛൻ ഇതുപോലെ ചോര തൊപ്പി തന്നെയാടാ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാമടാ. എന്റെ മോൻ നശിച്ചു പോണേ, എന്റെ മോൻ നശിച്ചു പോണേ, എന്റെ മോൻ നശിച്ചു പോണേ. അടിപൊളി. ഇനി നമ്മുടെ ഡെലൂലുവിന്റെ ശബ്ദം ഒന്ന് ആദ്യമായിട്ട് ചെയ്തു നോക്കാം. ഓൾസോ സച്ച് ആൻ ഇൻട്രസ്റ്റിംഗ് നെയിം, പ്രബേന്ദു. ചാറ്റിലെ ഫ്രണ്ട്സ് പ്രബേന്ദു വിളിക്കുന്നത് കണ്ടു. സൂപ്പർ സ്വീറ്റ്, എനിക്കിഷ്ടായി. ഐ ലൈക്ക് ഇറ്റ്. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഡെലുലുവിന്റെ സൗണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തൊണ്ട ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നോണ്ട് എനിക്കൊരു ഇത് ക്ലൈമറ്റിന്റെ അല്ലേ? അതെ അതെ. അടുത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ സ്റ്റോക്കില്? അങ്ങനെ ചോദിക്കല്ലേ. നമ്മൾ ഈ രസം കയറുമ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഇപ്പം നിന്ന് ഇത്രയും പെർഫോം ചെയ്യുമ്പോൾ ശരിയാണ്, തൊണ്ട ഇപ്പം ഡ്രൈ ആയി അല്ലേ? അല്ല, ക്ലൈമറ്റിന്റെ ചെറിയൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലേ സീരിയൽ ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്നലെ ഒരു കാർട്ടൂൺ ഡബ് ചെയ്യാൻ പോയായിരുന്നു. ഒരു 2 മണിക്കൂറുണ്ട്. അപ്പൊ അത് വേറെ വോയിസിലാണ് ഞാൻ ഡബ് ചെയ്യുന്നതേ. അപ്പൊ അന്നേരം തൊട്ട് ചെറിയൊരു കിറുകിറുപ്പ് ഉണ്ടായിരുന്നു. അല്ല, അതല്ലാതെ അതിന് മുമ്പ് വേറെ കാർട്ടൂണിന്റെ വേറെ എന്താണ് ചെയ്യുന്നത്? കാർട്ടൂൺ നേരത്തെ മുമ്പ് ഞാനിവിടെ ഒരു വേതാളത്തിന്റെ അപ്പൊ അത് ചെയ്യാം. പാപം പത്മാവതി, അവളുടെ കഥ കഴിഞ്ഞു അല്ലേ മഹാരാജൻ? കുമാരി കരഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് എന്താണ് തിരക്കം മഹാരാജ?